28-ാമത്തെ സർഗത്തിലെ 15-ാമത്തെ പദ്യം മുതൽ തുടങ്ങാം. നമ്മൾ നിർത്തിയ സ്ഥലം ഇതായിരുന്നു. ബ്രഹ്മാണ്ഡാനാം താദൃശാനാം ദൂരെ ദൂരെ പുനഃ പുനഃ മിഥോ ലക്ഷാണി ലക്ഷാണി കചന്ത്യുപരമന്തിച്ച. ബ്രഹ്മാണ്ഡങ്ങളുടെ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ മഹാചിത്ത് എന്ന് പറയുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന സത്തയിൽ ഒരു കാരണവുമില്ലാതെ പൊന്തി മറയുന്നു. ബ്രഹ്മാണ്ഡങ്ങളാണ് പൊന്തി മറയുന്നത്. ഒരു ഭൂമിയോ 2 ചന്ദ്രനോ 15 സൂര്യനോ ഒന്നുമല്ല. അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ, ലക്ഷക്കണക്കിന് ക്ഷീരപഥങ്ങളെ ഉൾക്കൊള്ളുന്ന ബ്രഹ്മാണ്ഡങ്ങൾ ഒരു കാരണവുമില്ലാതെ ഈ ആത്മസത്തയിൽ പൊന്തി മറയുന്നു. മിഥോ ലക്ഷാണി ലക്ഷാണി കചന്തി ഉപരമന്തിച്ച. ലക്ഷക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങൾ പരസ്പരം അറിയപ്പെടാതെ, ഒരു ബ്രഹ്മാണ്ഡത്തിലുള്ളവർക്ക് മറ്റൊരു ബ്രഹ്മാണ്ഡത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു നിശ്ചയവുമില്ല. അതുപോലെ തന്നെ മറ്റ് ബ്രഹ്മാണ്ഡങ്ങളിലുള്ളവർക്കും അവർ ജീവിക്കുന്ന ബ്രഹ്മാണ്ഡമല്ലാതെ മറ്റ് ബ്രഹ്മാണ്ഡങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ല. എന്നാലും ഇതൊക്കെ ഇങ്ങനെ പൊന്തി മറയുന്നു. ഈ പ്രപഞ്ചത്തിൻ്റെ നിരർത്ഥകത മനസ്സിലാക്കിയാലേ ആത്മസാക്ഷാത്കാരം നേടാൻ പറ്റൂ. അത് ആദ്യമേ പറഞ്ഞേക്കാം. ആദ്യമേ അല്ല, പല കാലമായിട്ട് പറയുന്ന കാര്യമാണ്. പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള ബോധമുറയ്ക്കാതെ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. പ്രപഞ്ചമെന്ന് പറയുന്നത് ദൃശ്യമാണ്, ആത്മാവ് ദ്രഷ്ടാവും. ദ്രഷ്ടാവ് ദൃശ്യത്തിൽ ഭ്രമിച്ചു പോകുന്ന അവസ്ഥയാണ് അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ. അപ്പോൾ ആ അവിദ്യ നഷ്ടമാകണമെങ്കിൽ ദൃശ്യത്തിലുള്ള ശ്രദ്ധയെ ദ്രഷ്ടാവിലേക്ക് തിരിച്ചേ പറ്റൂ, അല്ലാതെ രക്ഷപ്പെടാൻ പറ്റില്ല. ദൃശ്യത്തെ കണ്ട് അതിൽ മോഹിച്ച് കഴിയുന്ന കാലത്തോളം ദ്രഷ്ടാവിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടാവാൻ സാധ്യമല്ല. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇനി 15-ാമത്തെ പദ്യം വായിക്കാം. നകിഞ്ചിത് കചത്യത്ര നകിഞ്ചിത് കചയത്യത്ര സമേ കചനരൂപിണീ താദൃങ്മയം തഥാരൂപം തദാത്മന്യേവ സംസ്ഥിതം ന കിഞ്ചിത് കചയതി. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് ലക്ഷക്കണക്കിന് ബ്രഹ്മാണ്ഡങ്ങൾ ഒരു കാരണവുമില്ലാതെ ഈ പരമാത്മസത്തയിൽ പൊന്തി മറയുന്നു എന്നാണ്. അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് ഇവിടെ അങ്ങനെ ഒന്നും പൊന്തി മറയുന്നില്ല എന്നാണ്. ആത്മാവ് മാത്രമായി അവശേഷിക്കുന്നു. അതിൽ നിന്നും ഒരു കാര്യവും ഉണ്ടാവാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത് എന്നും കാരണമായി തന്നെ നിലകൊള്ളുന്നു. കാര്യമായി മാറുന്നത് അല്ലെങ്കിൽ കാണപ്പെടുന്നത് മാറുകയല്ല, കാരണം തന്നെയാണ് കാര്യമായി കാണപ്പെടുന്നത് എന്നാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത്. കാരണം തന്നെ കാര്യമായി കാണപ്പെടുന്നു. എന്നാൽ പിന്നെ ഈ 2 വാക്കുകളുടെ ആവശ്യകത എന്ത്? കാരണം, കാര്യം. കാരണത്തിൽ നിന്ന് കാര്യം ഒരിക്കലും ഭിന്നമല്ല, വേറിട്ട് നിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ 2 വാക്കിൻ്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. എന്നാലും കാരണത്തെ കാണാതിരിക്കുമ്പോൾ ഉള്ളതുപോലെ തോന്നുന്ന ഒന്നാണ് ഈ കാര്യം എന്നുള്ളത് കൊണ്ട് 2 വാക്കുകളും ആവശ്യമായി വരും. സ്വർണം, ആഭരണ നാമരൂപങ്ങൾ എന്തിനാണ്? എല്ലാം സ്വർണമല്ലേ തന്നെ. പക്ഷേ സ്വർണത്തെ അറിയാതെ നാമരൂപങ്ങളെ മാത്രം കാണുന്ന ഒരു വ്യക്തിക്ക് ആ നാമരൂപങ്ങളെ പരസ്പരം വേർതിരിച്ചറിയണമെങ്കിൽ പേരുകൾ കൂടിയേ പറ്റൂ. അങ്ങനെയാണ് ആഭരണ നാമരൂപങ്ങൾക്ക് പല പേരും നൽകപ്പെടുന്നത്. വാസ്തവത്തിൽ സ്വർണമേ ഉള്ളൂ എപ്പോഴും. ആഭരണ നാമരൂപങ്ങൾ പൊന്തുന്നതിന് മുമ്പും ആഭരണ നാമരൂപങ്ങളായി സ്ഥിതി ചെയ്യുമ്പോഴും ആഭരണ നാമരൂപങ്ങൾ വീണ്ടും സ്വർണമായി പരിവർത്തനം ചെയ്യപ്പെട്ടാലും ഉള്ളത് സ്വർണം തന്നെ. ഇതാണ് അറിവ്, താത്വികമായ അറിവ് എന്ന് പറയുന്നത്. ആഭരണ നാമരൂപങ്ങളിൽ മയങ്ങിക്കഴിയുന്ന അവസ്ഥയാണ് അജ്ഞാനം.
ആഭരണ നാമരൂപങ്ങൾ തന്നെ അതുപോലെ തന്നെയാണ് പ്രപഞ്ചനാമരൂപങ്ങളും. ഒരു വ്യത്യാസവുമില്ല. നാമരൂപങ്ങൾ ഒരിടത്തും വസ്തുഭേദം ഉളവാക്കുന്നില്ല. എവിടെയെങ്കിലും എഴുതിയിട്ട് പഠിച്ചോളൂ. എഴുതി നിങ്ങളുടെ വീട്ടിൽ ചോരൊക്കെ ചീത്തയാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ ഇങ്ങനെയൊക്കെ എഴുതി ഇങ്ങനെയുള്ള മുത്തുമുത്ത് പോലെയുള്ള വചനങ്ങൾ എഴുതിയിടൂ. പുസ്തകമോ വായിക്കാൻ പോകുന്നില്ല, സമയമില്ല. ഇപ്പം എന്ത് ചെയ്യും? പോസ്റ്റർ പോലെ എവിടെയൊക്കെ ഒട്ടിച്ച് വെക്കുക. വീട്ടിൽ കൈകൊണ്ട് എഴുതി പേപ്പറിൽ എഴുതി ഒട്ടിച്ച് വെക്കുകയോ ചുവരിൽ കുറിച്ചിടുകയോ ഒക്കെ ചെയ്യുക. ചുവര് ചീത്തയാകുമായിരിക്കും, മനസ്സ് നന്നാവുമല്ലോ. ഇപ്പം ഏതാണ് നന്നാവേണ്ടത്? ചുവരോ മനസ്സോ? മനസ്സാണ് നന്നാവേണ്ടത്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് ചിന്തിച്ചുറപ്പിക്കേണ്ട സത്യങ്ങളാണ്. സത്യങ്ങൾ എന്ന് ബഹുവചനത്തിൽ പറയുന്നത് ശരിയല്ല, പക്ഷെ സത്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടല്ലോ. അതുകൊണ്ട് സത്യം പലതാവുന്നില്ല. അപ്പോൾ ഇതുപോലെയുള്ള ആശയങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുകയും മനനം ചെയ്യുകയും അവയെ ഉള്ളിൽ ഉറപ്പിക്കുകയുമാണ് ഒരാൾ ജീവിതത്തിൽ ചെയ്യേണ്ടത്. നകിഞ്ചിത് കചയത്യത്ര, ഇവിടെ ഒന്നും പ്രകാശിക്കുന്നില്ല, ആത്മാവ് ഒന്നിനെയും പ്രകാശിപ്പിക്കുന്നുമില്ല. അതൊക്കെ ദൃശ്യങ്ങളിൽ മനസ്സ് കുടുങ്ങിപ്പോയവർക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. ദൃശ്യത്തെ കാണുമ്പോൾ ദ്രഷ്ടാവ്, ദൃശ്യത്തിൻ്റെ അധിഷ്ഠാനമായിട്ടുള്ളത് ദ്രഷ്ടാവാണ്. യഥാർത്ഥത്തിൽ ഈ ആത്മതത്വം ദ്രഷ്ടൃദൃശ്യങ്ങൾ രണ്ടിനെയും അതിവർത്തിച്ച് നിൽക്കുന്നതാണ്. എന്നാലും താരതമ്യേന നമ്മൾ പറയുകയാണെങ്കിൽ, കമ്പയർ ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ദൃശ്യത്തെക്കാളും ദ്രഷ്ടാവ് കൂടുതൽ സത്യമാണ്. കാരണം ദ്രഷ്ടാവിലാണ് ദൃശ്യത്തിൻ്റെ നിലനിൽപ്പ്. ദ്രഷ്ടാവ് ദൃശ്യസങ്കല്പങ്ങളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ദൃശ്യമില്ല, അപ്പോഴും ദ്രഷ്ടാവ് ബാക്കിയുണ്ടാവും. ദ്രഷ്ടാവില്ലാതെ ദൃശ്യത്തിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. ഇത് തന്നെയാണ് ഗുരുദേവനും പറയുന്നത്. നേരല്ല ദൃശ്യമിത് ദൃക്കിനെ നീക്കി നോക്കിൽ. പച്ച മലയാളത്തിൽ ഇതിനേക്കാളും വ്യക്തമായി എങ്ങനെ പറയാൻ പറ്റും? നേരല്ല ദൃശ്യമിത് ദൃക്കിനെ നീക്കി നോക്കിൽ. ദ്രഷ്ടാവിനെ വേറിട്ട് മനസ്സിലാക്കിയാൽ, ദ്രഷ്ടാവ് എന്ന് പറയുന്നത് എല്ലായിടത്തും ജീവനായിരിക്കും. ജീവനാണ് ദൃശ്യപ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. ആ ദ്രഷ്ടാവിനെ ദൃശ്യത്തിൽ നിന്ന് വേർപെടുത്തി വിഭിന്നമായി പ്രത്യേകമായി വിശകലനം ചെയ്ത് മനസ്സിലാക്കിയാൽ അതാണ് നേരല്ല ദൃശ്യമിത് ദൃക്കിനെ നീക്കി നോക്കിൽ. ദൃക്കിനെ വേർപെടുത്തിയിട്ട് ദൃശ്യത്തെ നോക്കിയാൽ ആ ദൃശ്യം നേരല്ല, സത്യമല്ല. ദ്രഷ്ടാവിൻ്റെ ഒരു വിഭ്രമം മാത്രമാണ് ദൃശ്യം. ഇതാണ് വാസിഷ്ഠത്തിനും ആദ്യന്തം പറയാനുള്ളത്. ദൃശ്യം എന്നൊന്ന് വാസ്തവത്തിലില്ല. ദ്രഷ്ടാവ് അംഗീകരിക്കുന്നത് കൊണ്ട് മാത്രം ദൃശ്യം ഉള്ളതായിത്തീരുന്നു. അത് ദ്രഷ്ടാവിൻ്റെ ഭ്രമവുമാണ്. അപ്പോൾ ഈ ദൃശ്യത്തെ ഭ്രമമെന്ന് മനസ്സിലാക്കിയാണ് ദ്രഷ്ടാവിലേക്ക് തിരിയേണ്ടത്. അപ്പോഴാണ് ദ്രഷ്ടാവിനെക്കുറിച്ചുള്ള ജ്ഞാനം അഥവാ ആത്മജ്ഞാനം, അതുമല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനം, അതുമല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം, സത്യസാക്ഷാത്കാരം ഒരാൾക്ക് നേടാൻ കഴിയുക. അതുകൊണ്ട് ഇവിടെ ഒന്നും പ്രകാശിക്കുന്നില്ല, ഒന്നിനെയും ഈ ആത്മാവ് പ്രകാശിപ്പിക്കുന്നുമില്ല. ഉള്ളതുപോലെ വെറുതെ തോന്നുന്നു. കയറിലെ പാമ്പിനെ പ്രകാശിപ്പിക്കുന്നത് ഏതാണ്? ഏതുള്ളത് കൊണ്ടാണ് കയറിലെ പാമ്പ് സത്യമെന്ന പോലെ കാണപ്പെടുന്നത്? രണ്ടുത്തരം പറയാം. കയറില്ലെങ്കിൽ പാമ്പിൻ്റെ ഭ്രമം ഉണ്ടാകത്തില്ല. പിന്നെ മിഥ്യയായ പാമ്പിനെ കാണാൻ ഒരു ദ്രഷ്ടാവ് വേണം. ഭ്രമിക്കാൻ ഒരാളില്ലെങ്കിൽ ഭ്രമം മാത്രം എങ്ങനെ വേറിട്ട് നിൽക്കും? ഭ്രമത്തിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. കാരണം അത് ദ്രഷ്ടാവിനെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അതായത് ഭ്രമിക്കാൻ ഒരാൾ വേണം, എന്നാലേ ഭ്രമത്തിന് പോലും നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഒരു ഭ്രമദൃശ്യം കാണപ്പെടണമെങ്കിൽ ഒരധിഷ്ഠാന സത്ത വേണം.
അതെന്തോ ആയിക്കോട്ടെ, രജ്ജു സർപ്പത്തെ കാണാൻ രജ്ജു അത്യാവശ്യമാണ്. കയറിലാണ് ഭ്രമരൂപമായ സർപ്പം കാണപ്പെടുന്നത്. മരുഭൂമിയുണ്ടെങ്കിലേ കാനൽ ജലം കാണപ്പെടൂ. ശൂന്യതയാണ് നീലിമയായി കാണപ്പെടുന്നത്. സ്വപ്നത്തെ കണ്ട് ഭ്രമിക്കാൻ ആളുള്ളത് കൊണ്ടാണ് സ്വപ്നം സത്യമായി തീരുന്നത്. അപ്പോൾ ഭ്രമിക്കാൻ ഒരാൾ വേണം. ആ ഭ്രമം ദ്രഷ്ടാവ് വിചാരിച്ചാൽ നീക്കാനും പറ്റും. അറിവില്ലായ്മ കൊണ്ടാണ് ഭ്രമദൃശ്യങ്ങൾ പൊന്തുന്നത്. ദ്രഷ്ടാവ് ആ ദൃശ്യത്തെ വേണ്ടവണ്ണം വിശകലനം ചെയ്യാതെ അതിൽ ഭ്രമിക്കുമ്പോഴാണ് ദൃശ്യത്തിന് നിലനിൽപ്പ് സാധ്യമായി തീരുന്നത്. ദൃശ്യമെന്താണെന്ന് വിശകലനം ചെയ്യാൻ ദ്രഷ്ടാവ് തുടങ്ങുമ്പോഴേക്കും ദൃശ്യത്തിൻ്റെ ഉണ്മ പതിയെ പതിയെ അപ്രത്യക്ഷമാകും. പതിയെയല്ല, പൊടുന്നനവേ തന്നെ അപ്രത്യക്ഷമാകും. താൻ കാണുന്നത് ഭ്രമമാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഭ്രമം അപ്രത്യക്ഷമാകും, അധിഷ്ഠാനം പ്രകാശിച്ചു തുടങ്ങും. അപ്പോൾ പ്രപഞ്ചം മിഥ്യയാണ് എന്ന് മനസ്സിലാക്കാതെ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. പ്രപഞ്ച ദൃശ്യങ്ങളിൽ ഭ്രമിച്ച് കഴിയുന്നിടത്തോളം ആത്മജ്ഞാനം നേടാനും സാധ്യമല്ല. നകിഞ്ചിത് കചയത്യത്ര സമേ കചനരൂപിണി. സമവും പ്രകാശസ്വരൂപവുമായ ആത്മതത്വത്തിൽ വാസ്തവത്തിൽ അതല്ലാതെ ഒന്നും പ്രകാശിക്കുന്നില്ല. അപ്പോൾ ഈ പ്രപഞ്ചമോ അത് തന്നെ എന്നാണ്. അത് തന്നെയാണ് പ്രപഞ്ചമായി കാണപ്പെടുന്നത്. അത് തന്നെയാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് അതായിട്ട് ഈ പ്രപഞ്ചത്തെ അറിയുന്നില്ല? ആരാ ഭ്രമിക്കുന്നത്? ജീവന്മാരാണല്ലോ. ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു ജീവനാണല്ലോ. ഞാൻ എന്തുകൊണ്ട് ബ്രഹ്മത്തെ പ്രപഞ്ചമായി തെറ്റിദ്ധരിക്കുന്നു? ഈ ചോദ്യം നിങ്ങളോട് സ്വയം ചോദിച്ച് ഉത്തരം കണ്ടെത്തേണ്ടതാണ്. അത് മറ്റൊരാളോട് ചോദിച്ചിട്ട് കഥയില്ല. നമ്മുടെ ഭ്രമത്തിന് കാരണമെന്ത് എന്ന് വേറൊരാളോട് ചോദിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഞാൻ ഭ്രമിച്ചിരിക്കുന്നു എന്ന സത്യം ആദ്യം മനസ്സിലാക്കുക. അതിന് ഭ്രമിക്കാത്തവരുടെ വാക്കുകളിൽ വിശ്വാസമുണ്ടാവണം. ഋഷിമാരുടെ വാക്കുകളിൽ വിശ്വാസമുണ്ടായാലേ പ്രപഞ്ചം മിഥ്യയാണ് എന്നുള്ള ആശയത്തെ മനുഷ്യബുദ്ധി ഉൾക്കൊള്ളുകയുള്ളൂ. ഋഷിമാരുടെ വാക്കിനെ അവിശ്വസിച്ചാൽ ഇവൻ്റെ കഥ കാട്ട പോക എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൽ പര്യവസാനിക്കും അയാളുടെ ജീവിതം. ഇപ്പോൾ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഋഷിമാരുടെ വാക്കുകളെ, വേദാന്ത യുക്തികളെ ഒരിക്കലും അവിശ്വസിക്കരുത്. എന്തായാലും ഇവിടെ ഒന്നും പ്രകാശിക്കുന്നില്ല എന്നാണ് വസിഷ്ഠ മഹർഷിയുടെ ഉറച്ച തീരുമാനം. സമേ കചനരൂപിണി. സമവും എന്ന് പറഞ്ഞാൽ ഏറ്റക്കുറച്ചിലുകളില്ലാത്തതും സമമായി സർവത്ര വ്യാപിച്ചിരിക്കുന്നതും അനുഭവം സ്വരൂപവുമായ ആത്മതത്വത്തിൽ ഒന്നും പ്രകാശിക്കുന്നില്ല. അങ്ങനെ പ്രകാശിക്കുന്നതായി ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനെ ഈ ആത്മാവ് പ്രകാശിപ്പിക്കുന്നുമില്ല. ആത്മാവ് എന്നും പ്രകാശസ്വരൂപമാണ്. അതിൽ ഭ്രമദൃശ്യങ്ങൾ പൊന്തുന്നതായി തോന്നുമ്പോൾ ആത്മാവ് അതിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഞാനൊരു പുസ്തകത്തിൽ വായിച്ച ഉദാഹരണമാണ്. ഒരു മാളത്തിനകത്ത് കഴിയുന്ന പാമ്പ് മാളത്തിൽ നിന്ന് തല പുറത്തേക്കിട്ട് നോക്കുന്നു. അപ്പോൾ നല്ല പകലാണ്, സൂര്യപ്രകാശമുള്ള സമയമാണ്. പാമ്പിൻ്റെ തല പുറത്ത് വന്നപ്പോൾ സൂര്യൻ പാമ്പിനെ പ്രകാശിപ്പിച്ചു എന്ന് പറയാമോ? പറയാം. പക്ഷേ ഈ പാമ്പിൻ്റെ തലയെ പ്രകാശിപ്പിക്കാൻ വേണ്ടി സൂര്യൻ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തുവോ? ഒന്നുമില്ല. പ്രകാശത്തിൻ്റെ പരിധിയിൽ പാമ്പിൻ്റെ തല പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പാമ്പിൻ്റെ തല ബാക്കിയുള്ളവർക്ക് അത് കാണാം. അത്രയേ ഉള്ളൂ. ഈ പാമ്പിൻ്റെ തലയെ പ്രകാശിപ്പിക്കാനായി സൂര്യൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. പ്രകാശവലയത്തിൽ അകപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അതിനു മുമ്പേ സൂര്യൻ പ്രകാശിച്ചു കൊണ്ടിരുന്നു. ഈ പാമ്പ് തല ഉള്ളിലേക്ക് വലിച്ചാലും
സൂര്യൻ പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ സൂര്യൻ്റെ തലയെ പാമ്പ് പ്രകാശിപ്പിച്ചു എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, നിരർത്ഥകമായ പ്രയോഗമാണ്. അതുപോലെ ഇല്ലാത്ത പ്രപഞ്ചം ഉള്ളതായി തോന്നുമ്പോൾ ആത്മാവ് അതിനെ പ്രകാശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആ പ്രപഞ്ച അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ ആത്മാവ് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രപഞ്ചാനുഭവങ്ങളെല്ലാം ഒടുങ്ങിയാലും ആ ആത്മാവ് തുടർന്ന് പ്രകാശിച്ചു കൊണ്ടിരിക്കുക തന്നെ ചെയ്യും. അപ്പം അത് പ്രകാശിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ക്രിയയോ കർമ്മമോ അല്ല, അതതിൻ്റെ സ്വഭാവമാണ്. താദൃങ്മയം തഥാരൂപം തദാത്മന്യേവ സംസ്ഥിതം. ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത് അത് തന്നെയാണ്, അതിൽ നിന്ന് അല്പം പോലും വിഭിന്നമല്ല ഈ പ്രപഞ്ചം. തഥാരൂപം, ആത്മാവ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ പ്രപഞ്ചവും. ആത്മാവ് സച്ചിദാനന്ദ സ്വരൂപമാണ് എന്നാണ് വേദാന്തം ഉദ്ഘോഷിക്കുന്നത്. അതുപോലെ ഈ പ്രപഞ്ചവും സച്ചിദാനന്ദ സ്വരൂപം തന്നെയാണ്. പക്ഷേ ഇവിടെ ജഡങ്ങളുണ്ട്, ജഡങ്ങൾ ജനിക്കുന്നു, പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്നു, അവസാനം മരിക്കുന്നു. ഇതൊക്കെ വെറും ഭ്രമതലത്തിൽ മാത്രമാണ്, അല്ലാതെ വാസ്തവത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ആത്മാവ് അതേ രൂപത്തോടുകൂടി അതായി തന്നെ പ്രപഞ്ചരൂപമായി കാണപ്പെടുന്നു. ആത്മാവ് പ്രപഞ്ചമായി മാറുന്നില്ല. ആത്മാവിൽ നിന്ന് പൊന്തിയ ഒന്നുമല്ല ഈ പ്രപഞ്ചം. ഇത് ആത്മാവ് തന്നെ എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ അതാണ് ശ്രേഷ്ഠം. സർവം ഖൽവിദം ബ്രഹ്മ, ഈ കാണപ്പെടുന്നതെല്ലാം ബ്രഹ്മം തന്നെ. നേഹ നാനാസ്തി കിഞ്ചന, അല്പം പോലും ഇവിടെ പലതില്ല. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് ഈ ആത്മതത്വത്തെ എങ്ങനെ വിവരിക്കാൻ പറ്റും? നമുക്ക് ലളിതമായ കാര്യങ്ങളാണ് പിടികിട്ടാത്തത്. സങ്കീർണമായ കാര്യങ്ങൾ നമ്മൾ വളരെ വേഗത്തിൽ മനസ്സിലാക്കും. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധി സങ്കീർണമാണ്. നമ്മുടെ ബുദ്ധി ആകെപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്, കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ്. അതിന് നേരായ ലളിതമായ സത്യത്തെ പറഞ്ഞു കൊടുത്താൽ അത് ഇതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കും. അത് ബുദ്ധിയുടെ കുഴപ്പമാണ്. ആത്മതത്വത്തെക്കുറിച്ചുള്ള വിവരണത്തിലും കുഴപ്പമില്ല, ആത്മജ്ഞാനികളിലും കുഴപ്പമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടേത് ഒരു കോംപ്ലിക്കേറ്റഡ് മൈൻഡാണ്, അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഇൻ്റലക്റ്റാണ്. അത് സിമ്പിളായതിനെ സങ്കീർണമാക്കി തീർത്തിട്ട് മനസ്സിലായി എന്ന് പറയും. അതാണ് ഈ കലങ്ങി മറിഞ്ഞ ബുദ്ധിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. കിം തത് കാരണം ബ്രഹ്മാണ്ഡലക്ഷാണി കചയതി തത്രാഹ. ബ്രഹ്മാണ്ഡലക്ഷങ്ങൾ, അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ ഈ ആത്മതത്വത്തിൽ ഇങ്ങനെ പ്രകാശിക്കുന്നതിന് കാരണമെന്ത് എന്ന് ചോദിച്ചാൽ അതിന് കാരണം കണ്ടെത്താൻ നോക്കണ്ട. കാരണം ഈ പ്രപഞ്ചം എന്നൊന്ന് ആത്മാവിൽ നിന്ന് വേറിട്ടുണ്ടായിട്ടില്ല, അത് തന്നെ ഇതായി കാണപ്പെടുന്നു. അത് എന്നുള്ളത് എപ്പോഴും ആത്മാവിനെ അല്ലെങ്കിൽ ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഇത് എന്നുള്ളത് നമ്മുടെ അനുഭവ മണ്ഡലത്തിലുള്ള പ്രപഞ്ചത്തെ സൂചിപ്പിക്കുന്ന വാക്കുമാണ്. അപ്പോൾ അത് തന്നെയാണ് ഇതായി നിൽക്കുന്നത്. നീ അത് തന്നെ, തത്വമസി. ഈ അത്, ഇത്, അവൻ, ഇവൻ, ഇതിനൊക്കെ എന്താണ് അർത്ഥമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനുഭവ മണ്ഡലത്തിലുള്ളതെല്ലാം ഇത് എന്ന വാക്കിനകത്ത് പെടും. ഇത് എന്ന വാക്കിൻ്റെ പുല്ലിംഗമാണ് ഇവൻ, അതിൻ്റെ തന്നെ സ്ത്രീലിംഗമാണ് ഇവൾ. നപുംസകലിംഗത്തിൽ ഇത് എന്ന് നമ്മൾ പറയും. നമ്മുടെ അനുഭവ മണ്ഡലത്തിൽ ഇല്ലാത്തത്, വിദൂരതയിൽ സ്ഥിതി ചെയ്യുന്നത്, ഇന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ ബുദ്ധിക്കോ ഒന്നും പിടികിട്ടാത്തതിനെ സത്യദർശികൾ അത് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിച്ചു. ഇപ്പോൾ അത് ഇതിൽ നിന്ന് വേറിട്ടതല്ല, ഇത് അതിൽ നിന്ന് പൊന്തിയതുമല്ല. പിന്നെന്താണ്? അത് തന്നെ ഇത്, ഇത് തന്നെ അത്. വ്യത്യാസമില്ല.
ഇന്ദ്രിയങ്ങളിലൂടെ അല്ലെങ്കിൽ ഇന്ദ്രിയ മനസ്സുകളിലൂടെ ആത്മാവ് കാണപ്പെടുമ്പോൾ നാമരൂപങ്ങളായി തോന്നുന്നു, നാമരൂപങ്ങൾ ഉള്ളതുപോലെ തോന്നുന്നു. ഈ ഇന്ദ്രിയ മനസ്സുകളെ മാറ്റിക്കഴിഞ്ഞാൽ നാമരൂപ അനുഭവം പൂർണ്ണമായും അപ്രത്യക്ഷമാകും. അവശേഷിക്കുന്നത് ആത്മാനുഭവമായിരിക്കും. അപ്പം ഇതിന് കാരണം അന്വേഷിച്ചിട്ട് കഥയില്ല എന്നാണ്. നകിഞ്ചിതി കിന്തു തദ് ബ്രഹ്മൈവ ആത്മനി അവിദ്യയാ താദൃങ്മയമേവ അവസ്ഥിതം. ഈ പ്രപഞ്ചത്തെ ആത്മാവ് സൃഷ്ടിക്കുന്നില്ല, ആത്മാവിൽ നിന്ന് പൊന്തി വന്നിട്ടുള്ളതുമല്ല ഈ പ്രപഞ്ചം. അതേ ബ്രഹ്മസ്വരൂപത്തിൽ അവിദ്യ കൊണ്ട്, അവിദ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ അറിയാതിരിക്കുന്ന അവസ്ഥ, ആ അവസ്ഥയിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു കാഴ്ച മാത്രമാണ് ഈ പ്രപഞ്ചം. വാസ്തവത്തിൽ അത് തന്നെയാണ്, അതിൽ തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. അതില്ലെങ്കിൽ ഇതുമില്ല. അതുകൊണ്ട് ഒരു ഘട്ടത്തിലും പ്രപഞ്ചം ആത്മാവിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നില്ല. എന്നും ഈ പ്രപഞ്ചം ആത്മാവായി മാത്രമേ നിലനിന്നിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെയാണ്, മേലിലും അങ്ങനെ ആയിരിക്കും. അപ്പോൾ സൃഷ്ടി എന്നുള്ള വാക്കിന് അർത്ഥമില്ല. ഇതാണ് ഗൗഡപാദരുടെ അജാതവാദം. പ്രപഞ്ചം എന്നൊന്ന് ജനിച്ചിട്ടില്ല. പിന്നെ ഇതെന്താണ്? അജ്ഞതയിൽ ആത്മാവിനെ നമ്മൾ നോക്കുമ്പോൾ അജ്ഞാനദശയിൽ ആത്മാവ് തന്നെ പ്രപഞ്ചമെന്ന പോലെ കാണപ്പെടുന്നു. വാസ്തവത്തിൽ ഇവിടെ നാമരൂപങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് സത്യമല്ല, ആത്മാവാണ് സത്യം. ആ ആത്മാവ് എന്നും തൻ്റെ അത്ഭുതകരമായ മായാശക്തിയാൽ നാമരൂപങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല. ഒരു കാരണവുമില്ലാതെ അനേകം ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാവുന്നതായും നിലനിൽക്കുന്നതായും ലയിക്കുന്നതായും ഒക്കെ തോന്നും. പക്ഷേ ആത്മാവിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരാൾക്ക് ഇവിടെ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള സത്യം സൂര്യതുല്യം തിരിച്ചറിയാൻ പറ്റും. യേഷതേ കഥിതഃ സർവോ ദൃശ്യാനുഭവനക്രമഃ അധുനാ ശൃണു കിം വൃത്തം ലോകാലോകേ വിപശ്ചിതഃ. യേഷതേ കഥിതഃ സർവഃ, എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അറിയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അറിയാൻ ഒന്നിൽ കൂടുതലില്ല. പലതായി കാണപ്പെടുന്നത് അവിദ്യയാണ്. ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാൽ ഒരു വസ്തു മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന കാര്യം ബോധ്യപ്പെടും. അതുകൊണ്ട് രാമ, ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടതെല്ലാം പറഞ്ഞു തന്നു കഴിഞ്ഞു. ദൃശ്യാനുഭവനക്രമഃ, ദൃശ്യം എങ്ങനെയാണ് പൊന്തുന്നത്, അല്ലെങ്കിൽ ഈ ദൃശ്യം എന്താണ്, ദൃശ്യത്തെക്കുറിച്ച് എനിക്ക് പറയേണ്ടത് ഇത്ര മാത്രം: ഇത് ആത്മാവ് തന്നെ. ഇത്രയേ ഉള്ളൂ, വേറൊന്നും മനസ്സിലാക്കാനില്ല. അധുനാ ശൃണു കിം വൃത്തം ലോകാലോകേ വിപശ്ചിതഃ. ലോകാലോക പർവ്വതത്തിൻ്റെ മുകളിൽ കയറിയ വടക്കോട്ട് പോയവനെന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം ഞാൻ പറയാം. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രകൃതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു ആര്? വസിഷ്ഠ മഹർഷി. അതിന് പ്രധാന കാരണക്കാരൻ രാമനാണ്. ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കും, അപ്പോൾ അതിന് മറുപടി പറയാൻ വേണ്ടി വസിഷ്ഠ മഹർഷി സംസാരിക്കും. അങ്ങനെ വിഷയത്തിൽ നിന്ന് അദ്ദേഹം അകന്നു പോകും. അപ്പോൾ ആ എന്തിനെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ട് വന്നത് ആ പ്രകൃതത്തിലേക്ക് തിരിച്ചു വരാം എന്നുള്ള ആമുഖത്തോടുകൂടി വസിഷ്ഠ മഹർഷി തൻ്റെ കഥനം തുടരുന്നു. സ്വഭ്യസ്തപൂർവ സംസ്കാരോ വിലസന്നിശ്ചയേരിതഃ ലോകാലോകഗിരേർമൂർധ്നസ്തമശ്വഭ്രം പപാതസഃ. ലോകാലോക പർവ്വതം എന്നൊരു പർവ്വതത്തിൻ്റെ നെറുകയിൽ കയറി, മലയുടെ മുകളിൽ അതിൻ്റെ ശിഖരത്തിൽ കയറി. അവിടെ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രമണ്ഡലങ്ങളൊക്കെ താഴെയാണ് കണ്ടത് എന്നാണ്. അപ്പോൾ ആ പർവ്വതത്തിന് എത്ര കണ്ട് പൊക്കം ഉണ്ടാവുന്നു സങ്കല്പിച്ച് നോക്കൂ.
ഈ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നക്ഷത്രമണ്ഡലങ്ങൾ താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. നമ്മൾ സാധാരണ നക്ഷത്രങ്ങളെ നോക്കണമെങ്കിൽ തല ഉയർത്തിയാണല്ലോ നോക്കുന്നത്. അപ്പോൾ ഇത് അസാധാരണമായ ഒരു പർവ്വതമാണ് ലോകാലോക പർവ്വതം. അവിടെ നിന്ന് താഴേക്ക് നോക്കുന്ന ഒരാൾക്ക് നക്ഷത്രമണ്ഡലങ്ങൾ അയാളുടെ പാദത്തിൻ്റെ ചുവട്ടിലായിട്ടാണ് കാണപ്പെടുക. സ്വഭ്യസ്ത പൂർവ്വ സംസ്കാരം അല്ലെങ്കിൽ വാസന, അതിൻ്റെ കളിയാണ് ഈ പ്രപഞ്ചം. ഓരോ ജീവനും ഓരോ തരം സംസ്കാരത്തോടുകൂടി വന്ന് ജനിക്കുന്നു. ചിലർ നല്ലവരാണ്, ചിലർ ദുഷ്ടരാണ്. ഈ വ്യത്യാസങ്ങൾക്ക് കാരണം അവനവൻ്റെ ഉള്ളിലുള്ള സത്സംസ്കാരങ്ങളും ദുസ്സംസ്കാരങ്ങളുമാണ്. സംസ്കാരങ്ങളാണ് മനുഷ്യൻ്റെ ഓരോ ചലനത്തെയും നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് ആ വാസനകളെ മാറ്റിമറിക്കാതെ, ദുർവാസനകളെ സദ്വാസനകളാക്കി പരിവർത്തനം ചെയ്യാതെ ഒരാൾ നന്നാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ആദ്യമേ കയറി വേദാന്തത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പിടികിട്ടില്ല. മനസ്സ് പവിത്രമാകണം, മനസ്സ് സത്വഗുണം കൊണ്ട് പൂരിതമാകണം. ആ ശുദ്ധ ബുദ്ധിക്ക് മാത്രമേ ആത്മതത്വത്തെ വിവരിക്കുമ്പോൾ അതിനെ കുറച്ചെങ്കിലും മനസ്സിലാക്കാനുള്ള കഴിവുള്ളൂ. ഇപ്പോൾ പൂർവ്വ സംസ്കാരം, ഈ വിപശ്യത്തിൻ്റെ പൂർവ്വ സംസ്കാരം എന്താണ്? ഈ 4 പേരും യാത്ര തുടങ്ങിയത് എന്ത് നിശ്ചയത്തോടു കൂടിയാണ് എന്ന് ചോദിച്ചാൽ, ദൃശ്യത്തിൻ്റെ അതിർത്തി കണ്ടെത്തണം, ദൃശ്യമണ്ഡലം എവിടെയാണ് അവസാനിക്കുന്നത് എന്ന് കണ്ടെത്തണം. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ 4 പേരും 4 ദിക്കിലേക്ക് യാത്രയായത്. അതിൽ ഓരോരുത്തർക്കുണ്ടായ അനുഭവങ്ങൾ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്നത് വടക്കോട്ട് പോയവൻ്റെ കാര്യമാണ്. വടക്കോട്ട് പോയ ആ വിപശ്ചിത്ത് ലോകാലോക പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിന്നു. അവിടെ നിന്ന് നക്ഷത്രമണ്ഡലത്തെ താഴെ സ്ഥിതി ചെയ്യുന്നതായി കണ്ടു. ഇനിയാണ് നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയേണ്ടത്. സ്വഭ്യസ്ത പൂർവ്വ സംസ്കാരോ വിലസൻ നിശ്ചയേരിത. മനുഷ്യൻ്റെ ഓരോ തീരുമാനമാണ് അവൻ്റെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നത്. ഓരോരുത്തരും ഓരോ കർമ്മം ചെയ്യാൻ എന്താ കാരണം? അവൻ്റെ തീരുമാനമാണ്. അവൻ ഉള്ളിൽ സ്വയം രൂപീകരിച്ച നിശ്ചയമാണ് അവൻ ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ കാരണം. അപ്പോൾ ഇത് അവനവനുണ്ടാക്കിയ വിനയാണ്. നമ്മളാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക്, അത് നല്ലതായാലും ചീത്തയായാലും നമ്മൾ മാത്രമാണ് ഉത്തരവാദി. ദൈവത്തെയോ മായയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മായയുടെ പുറത്ത് പഴിചാരുന്നത് ദുർബലന്മാരുടെ സ്വഭാവമാണ്. ദുർബലന്മാരാണ്, മായയാണ് ഇതിന് ഉത്തരവാദി എന്ന് പറയുന്നത്. ഈ മായ എന്ന് പറയുന്നത് എന്താണ്? മനസ്സ് തന്നെയാണ് മായ. ഈ മനസ്സുമായി താതാത്മ്യപ്പെട്ട് കഴിയുന്നത് ആരാണ്? ജീവൻ. നിങ്ങളൊരു ജീവനാണ്. അപ്പോൾ ആരാ ഇതിൻ്റെ ഉത്തരവാദി? ഞാൻ തന്നെ. അപ്പോൾ ആരുടെ നേരെയും വിരൽ ചൂണ്ടണ്ട, ആരെയും കുറ്റപ്പെടുത്തണ്ട. ആന കുളിച്ച് കരയ്ക്ക് കയറിയതിന് ശേഷം പൂഴിമണൽ വാരി സ്വന്തം തലയിലിടുന്നത് പോലെ അവനവൻ ഉണ്ടാക്കി വെച്ച വിനയാണ് ഈ പ്രപഞ്ചം. അതിന് വേറെ ആരും ഉത്തരവാദിയല്ല. അതുകൊണ്ട് സ്വയം ഉദ്ധരിക്കാൻ ശ്രമിക്കൂ. തത്വബോധത്തിൻ്റെ സഹായത്തോടുകൂടി അവനവൻ്റെ സ്വത്വത്തെ കണ്ടെത്തിയാൽ ആർക്കും സ്വയം ഉദ്ധരിക്കാം. വിലസന്നിശ്ചയേരിത. ഉള്ളിലൊരു വേണ്ടാത്ത തീരുമാനം, അനാവശ്യമായ ഒരു തീരുമാനമെടുത്തു ഈ വിപശ്ചിത്തുകൾ. ദൃശ്യമണ്ഡലത്തിൻ്റെ അതിർവരമ്പ് കാണണം. എവിടെയാണ് ഈ പ്രപഞ്ചം അവസാനിക്കുന്നത്? അതിനു വേണ്ടിയാണ് ഓരോ ദിക്കിലേക്ക് യാത്രയായത്. ലോകാലോക ഗിരേർമൂർധന സ്തമശ്വഭ്രം പപാതസഹ. ഈ ലോകാലോക പർവ്വതത്തിൻ്റെ നെറുകയിലെത്തിയ വടക്കോട്ട് പോയ ആ വിപശ്ചിത്ത് അവിടെ നിന്ന് കാല് തെന്നി താഴെ വീണു. വീണത് എങ്ങോട്ടാ എന്ന് ചോദിച്ചാൽ അഗാധമായ ഒരു ഇരുണ്ട ഗർത്തത്തിൽ. അവിടെ ഒന്നുമില്ല, കൂരിരുട്ട് നിറഞ്ഞ ഒരു വലിയ ഗർത്തത്തിലാണ് മുകളിൽ നിന്ന് ഇയാൾ വീണത്. ഇതൊക്കെ മായയുടെ കളിയാണ്. ഇയാളുടെ മനസ്സ് എന്തൊക്കെയോ ഉണ്ടാക്കി കാണിക്കുന്നു.
സ്വപ്നം പോലെ, നമ്മൾ സ്വപ്നം കാണുന്നില്ലേ, അതുപോലെ ഈ ഭ്രമിച്ച മനസ്സ് പലതരം ഇല്ലാത്ത അനുഭവങ്ങളെയും ഉള്ളതുപോലെ കാണിക്കും. അതിൽ ഭ്രമിച്ചു പോകുന്നു മനുഷ്യർ. അവിടെയാണ് നമുക്ക് പാളിച്ച പറ്റുന്നത്. ലോകാലോക ഗിരേർ മൂർധനസ്തമശ്വഭ്രം പപാതസഹ, ഒരു അഗാധ ഗർത്തത്തിൽ പതിച്ചു. ആര്? ഈ വടക്കോട്ട് പോയ ആൾ. സുഷ്ടു അഭ്യസ്ത പൂർവ ദിഗന്ധദർശനോദ്യോഗ സംസ്കാര, നല്ലപോലെ മനസ്സിൽ ഉറപ്പിച്ചു, ഒരു വാസനയായി അതിനെ വളർത്തിയെടുത്തി. എന്താണ്? ദിഗന്ധങ്ങൾ കാണണം, ഈ ദിക്കുകളിൽ എന്തെന്തൊക്കെയാണ് ഉള്ളത്, ഈ എന്തൊക്കെ ദൃശ്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചു കിടക്കുന്നു എന്നറിയാനുള്ള ഒരു തീരുമാനം. അത് അനാവശ്യമായ ഒരു തീരുമാനമായിരുന്നു. എന്നാലും അങ്ങനെ ഒരു വാസന സംസ്കാരം ഇവർ രൂപപ്പെടുത്തിയത് കൊണ്ട് അവർക്ക് പലതരം ഭ്രമാനുഭവങ്ങളിലൂടെയും കടന്നു പോകേണ്ടതായിട്ട് വന്നു. അതിനെയാണ് വസിഷ്ഠ മഹർഷി വിവരിക്കുന്നത്. ദിഗന്ധ ദർശനോദ്യോഗ സംസ്കാര യേന തഥാവിധ നിശ്ചയേന ഈരിത, ദൃശ്യത്തിൻ്റെ അതിർത്തി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ ദൃശ്യങ്ങൾ അവസാനിക്കുന്നത്, പ്രപഞ്ചത്തിൻ്റെ അതിർത്തി കണ്ടുപിടിക്കണം. ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവർ യാത്ര തിരിച്ചത്. ആ നിശ്ചയം കാരണമായി ലോകാലോക പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന്, ശിഖരത്തിൽ നിന്ന്, വിപശ്ചിത് തസ്യ ലോകാലോകഗിരേർ മൂർധ്നഃ ശിഖരാത് പരതഃ പ്രാഗുക്തം തമശ്വഭ്രം പപാത വിവേശ, ആ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നും അഗാധമായ ഇരുൾ നിറഞ്ഞ ഒരു ഗർത്തത്തിലേക്ക് ആ വിപശ്ചിത്ത് പതിച്ചു. ദദർശ തത്ര ശിഖര പ്രതിമൈർ വിഹഗൈർവപുഃ വികർത്തിതം മനോദേഹം പ്രസൃതം ച സ്വചിന്തിതേ. അവിടെ നിന്ന് ആ വിപശ്ചിത്തിൻ്റെ ശരീരം താഴേക്ക് വീണപ്പോൾ ശിഖരപ്രതിമൈഹി വിഹഗൈഹി, വലിയ വലിയ പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ പോലെയുള്ള കൂറ്റൻ പക്ഷികൾ ഈ ഇരുട്ടിൻ്റെ അകത്ത് എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു. ആ പക്ഷികളെല്ലാം ആ ഗർത്തത്തിലേക്ക് പതിച്ച വിപശ്ചിത്തിൻ്റെ ശരീരത്തെ തുണ്ടുതുണ്ടാക്കി ഭക്ഷിച്ചു. ഇരുട്ടിൽ വീണതും പോരാ, ആ ഇരുട്ടിൽ കൂറ്റൻ പക്ഷികൾ, ഭീമാകാരങ്ങളായ പക്ഷികൾ പലതുണ്ടായിരുന്നു. അതൊക്കെ ഈ ശരീരത്തെ കൊത്തി തിന്നു. വലിയ കാര്യമുണ്ടോ? ദൃശ്യത്തെ അറിയാൻ ശ്രമിക്കുന്നവന് ഇങ്ങനെയുള്ള അനുഭവമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ദൃശ്യത്തെ എന്ത് ചെയ്യണം? ദൃശ്യമില്ലെന്ന് തീരുമാനിക്കണം. പറ്റുമോ? അയ്യോ അതിത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സ്വസ്ഥത നേടുന്നതും അല്പം ബുദ്ധിമുട്ടായിരിക്കും. ദൃശ്യപ്രപഞ്ചത്തിൻ്റെ മായാമയത്വം മനസ്സിലാക്കുക. ഇതില്ലാത്തതാണ്, ഞാൻ ഭ്രമത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന സത്യം തിരിച്ചറിയുക. അങ്ങനെയാണ് നമ്മൾ സത്യത്തിലേക്ക് തിരിയേണ്ടത്. ഈ പ്രപഞ്ചത്തിന് സത്യത്വം കൽപ്പിച്ച് നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം ആത്മാവിനെ നമ്മൾ അറിയാൻ പോകുന്നില്ല എന്നുള്ള കാര്യം തീർച്ചയാണ്. ദദർശ തത്ര ശിഖരപ്രതിമൈർ വിഹഗൈർ വപുഃ വികർത്തിതം മനോദേഹം പ്രസൃതം ച സ്വചിന്തിതേ. ആ വിപശ്ചിത്തിൻ്റെ ശരീരത്തെ ഭീമാകാരങ്ങളായ ശരീരത്തോടു കൂടിയ പക്ഷികൾ, അതൊക്കെ എവിടെ നിന്ന് വന്നു? ഈ ഇരുട്ടിൽ അവ എങ്ങനെയാണ് കഴിയുന്നത്? ഇതൊന്നും ചോദിച്ചിട്ട് കഥയില്ല. ഒരു ഇരുട്ടിനകത്ത് ഇയാൾ വീണു. അവിടെ കുറേ കൂറ്റൻ പക്ഷികളുണ്ടായിരുന്നു. അതെല്ലാം ഈ വിപശ്ചിത്തിൻ്റെ ശരീരത്തെ കടിച്ചു കയറി തിന്നു, ഭക്ഷിച്ചു. തത്ര ച നിജം സ്വം ദേവബപുഃ പർവ്വതശിഖരപ്രതിമൈഃ മഹത്തരൈഃ വിഹഗൈഃ ഗൃദ്രാദിഭിഃ വികർത്തിതം വിച്ഛിദ്യ ഭക്ഷിതം ദദർശ. ഇദ്ദേഹം ദേവനായി മാറി. ആര്? ഈ വടക്കോട്ട് പോയ വിപശ്ചിത്ത്. ആ ദേവശരീരത്തോടു കൂടിയാണ് അദ്ദേഹം ആ പർവ്വതത്തിൽ നിന്നും താഴെ വീണത്. ആ ശരീരത്തെ പർവ്വതശിഖരങ്ങൾ പോലെ വലിപ്പമുള്ള വലിയ വലിയ പക്ഷികൾ, ആ പക്ഷികൾ ഏതൊക്കെയാണ്? അതിൽ കാക്കയുണ്ടോ, കുയിലുണ്ടോ, കഴുകനുണ്ടോ, പരുന്തുണ്ടോ എന്നൊന്നും ചോദിക്കരുത്. കൂറ്റൻ പക്ഷികൾ, കഴുകനെ പോലെയുള്ള പക്ഷികൾ. കാരണം ശവം തിന്നുന്നത് കഴുകന്മാരുടെ സ്വഭാവമാണ്.
എല്ലാം നോൺ വെജ് കഴിക്കുമെങ്കിലും കാക്കയും ഒക്കെ ശവം തിന്നാറുണ്ട്, അശുദ്ധമായ വസ്തുക്കൾ ഭക്ഷിച്ച് തീർക്കാറുണ്ട്. പക്ഷേ കഴുകനാണ് ഈ ശവത്തോട് അമിതമായ താല്പര്യമുള്ളത്. അതുകൊണ്ട് ആ പക്ഷികൾ ഏതൊക്കെയാണെന്നൊന്നും പറയാതെ ഗൃധ്രം തുടങ്ങിയ പക്ഷികൾ, കഴുകൻ തുടങ്ങിയ പക്ഷികൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെ ഭക്ഷിച്ചു തീർത്തു. കഷണം കഷണമാക്കി മുറിച്ചിട്ട് ഭക്ഷിച്ചു തീർത്തു, തിന്നു തീർത്തു. തദനന്തരം ച സ്വചിന്തിതേ ദിഗന്ധദർശനേ മനോദേഹമേവ പ്രവൃത്തം ദദർശ. ഇപ്പോൾ ശരീരം നഷ്ടമായി വിവശ്യത്തിന്, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആശ തീർന്നില്ലെന്നേ. ദൃശ്യമണ്ഡലത്തിൻ്റെ അതിർത്തി കണ്ടെത്തണം, ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ അദമ്യമായ ആഗ്രഹം. ശരീരം പോയതുകൊണ്ട് ആ ആഗ്രഹം നഷ്ടമാവുന്നില്ല. എന്തു ചെയ്തു? ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സെന്ന് പറഞ്ഞ് വേറൊരു സാധനമുണ്ടല്ലോ, അവനാണ് സകല കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. സർവ കുഴപ്പങ്ങളുടെയും മൂലകാരണം ഈ മനസ്സാണ്. ആ മനസ്സ് ദൃശ്യത്തെ കാണാൻ ആരംഭിച്ചു. എപ്പോഴും എവിടെയും ദൃശ്യങ്ങളെ അനുഭവിക്കുന്നത് മനസ്സാണ്. ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഇന്ദ്രിയങ്ങളാണ് വാസ്തവത്തിൽ ദൃശ്യങ്ങളെ അറിയാൻ സഹായിക്കുന്നത്. അപ്പോൾ ഈ ദൃശ്യങ്ങൾ ശരീരം ഉള്ളപ്പോൾ മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിക്കരുത്. ശരീരം നഷ്ടമായാലും ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ സൂക്ഷ്മ ശരീരത്തിലാണ് ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ദൃശ്യാനുഭവം ഒടുങ്ങുന്നില്ല. മരിച്ചുപോയി കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല, ഒരു കൂരിരുട്ടായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പം കാണുന്നതിൻ്റെ എത്രയോ ഇരട്ടി മരിച്ചതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല, സ്ഥൂല ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ കുഴിച്ചിടുന്നതും അല്ലെങ്കിൽ കത്തിക്കുന്നതും. പക്ഷേ ഈ മനസ്സ് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. ഇന്ദ്രിയങ്ങളും സൂക്ഷ്മ ശരീരത്തിലാണ് ഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന് ദൃശ്യഭ്രമത്തെ ഉണ്ടാക്കി കാണിക്കും. അപ്പോൾ ഇപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ നിങ്ങൾ കാണും. അതുകൊണ്ട് വിഷമിക്കണ്ട. എത്ര കണ്ട് ദൃശ്യങ്ങളെ നിങ്ങൾ കൂടുതൽ കാണുന്നുവോ അത്ര കണ്ട് നിങ്ങൾ അസ്വസ്ഥരാവുകയും ചെയ്യും. ദൃശ്യങ്ങൾ ഒഴിഞ്ഞു മാറുന്ന സ്ഥലത്ത് നല്ല സുഖമാണ്. ഉദാഹരണം നമ്മുടെ ഉറക്കം തന്നെ. ഒരു ദൃശ്യവുമില്ല, സുഖത്തിന് എന്തെങ്കിലും കുറവുണ്ടോ? സ്വപ്നം കാണാൻ തുടങ്ങുമ്പോൾ ആ സുഖം നഷ്ടമാകും. ഉണർന്നെഴുന്നേറ്റാൽ പിന്നെ പറയേ വേണ്ട. സർവ്വ കുഴപ്പങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് നമ്മെ പിടികൂടും. അപ്പം ദൃശ്യമാണ് കുഴപ്പം. എന്നാൽ വാസ്തവത്തിൽ ദൃശ്യമാണോ കുഴപ്പം എന്ന് ചോദിച്ചാൽ ദൃശ്യമല്ല, ദൃശ്യം സത്യമാണ് എന്ന ബുദ്ധി, അതാണ് കുഴപ്പം. ആ ധാരണയെ നീക്കാൻ കഴിഞ്ഞാൽ ദൃശ്യങ്ങൾ കാണപ്പെട്ടാലും അവ നമ്മെ ബാധിക്കുകയില്ല. ദൃശ്യങ്ങൾ ആസ് ഇറ്റ് ഈസ് നമ്മെ ബാധിക്കുന്നില്ല. ദൃശ്യത്തിന് നമ്മൾ സത്യത്വം കൊടുക്കുന്നു. അതിന് കാരണം നമ്മുടെ ഉള്ളിലെ അവിദ്യയാണ്. തത്വവിചാരത്തിലൂടെ ഈ ദൃശ്യം മിഥ്യയാണ് എന്ന് തീരുമാനിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് ഒരു ബാധയും ഉണ്ടാവില്ല. അപ്പോൾ മനസ്സാണ് പ്രശ്നം. ഇപ്പോൾ വിവശ്യത്തിൻ്റെ ശരീരം ശരീരത്തെ ആ പക്ഷികൾ ഭക്ഷിച്ചു തീർത്തപ്പോൾ ദൃശ്യത്തെ കാണണം എന്ന് തീരുമാനിച്ച ആ മനസ്സ് പിന്നെയും വ്യാപിക്കാൻ തുടങ്ങി. മനസ്സ് സഞ്ചരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ വ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അത് നിൽക്കുന്നു, പോകുന്നു. ഇതോടും അന്യത്തിനപ്പുറം എന്ന ആത്മതത്വത്തെക്കുറിച്ചാണ് ഈശാവാസ്യ ഉപനിഷത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ മനസ്സും അതുപോലെ തന്നെയാണ്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് എന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത്. അത് ഉള്ളിലാണോ പുറത്താണോ എന്ന് തന്നെ ഇനിയും തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. ഈ മനസ്സ് എങ്ങനെയാണ് മൈലുകൾക്കപ്പുറം അല്ലെങ്കിൽ മറ്റു ലോകങ്ങളിലേക്ക് വ്യാപിക്കുക എന്ന് ചോദിച്ചാൽ സങ്കല്പത്തിലൂടെ. മനസ്സിൻ്റെ പ്രധാന ജോലി സങ്കല്പിക്കുക എന്നുള്ളതാണ്. ആ സങ്കല്പത്തിലൂടെ അതിന് എവിടെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെന്നെത്താം. പക്ഷേ
അത് ചെന്നെത്തുന്നതൊക്കെ അതിൻ്റെ സങ്കല്പങ്ങളായതുകൊണ്ട് അതൊക്കെ മിഥ്യയുമായിരിക്കും. അതുകൊണ്ട് മനസ്സിൻ്റെ തലത്തിലുള്ള അനുഭവങ്ങളെല്ലാം മിഥ്യയാണ്, ഇല്ലാത്തതാണ് എന്ന് തീരുമാനിക്കണം. അപ്പോൾ ആ മനസ്സ് വീണ്ടും സങ്കല്പിക്കാൻ തുടങ്ങുന്നു. മനസ്സിൻ്റെ സങ്കല്പമുള്ളിടത്ത് ദൃശ്യാനുഭവവും ഉണ്ടായിരിക്കും. അപ്പോൾ ശരീരം നഷ്ടമായിട്ടും മനസ്സ് യാത്ര തുടരുന്നു. ഇനി എന്തൊക്കെയാണ് കാണാൻ പോകുന്നത്? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? കേട്ടോളൂ എന്തൊക്കെയാണ് പുകിലെന്ന്. തദനന്തരം ച സ്വചിന്തിതേ ദിഗന്ധദർശനെ മനോദേഹമേവ പ്രവൃത്തം ദദർശ. മനസ്സ് എന്നുള്ള ശരീരം, അത് അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം എന്നർത്ഥം. സ്ഥൂല ശരീരം നഷ്ടമായപ്പോൾ സ്ഥൂല ശരീരത്തിൻ്റെ സഹായത്തോടു കൂടി സഞ്ചരിക്കാൻ പറ്റാതായി. പക്ഷേ സൂക്ഷ്മ ശരീരം നശിച്ചിട്ടില്ല. ആ സൂക്ഷ്മ ശരീരം വീണ്ടും യാത്ര തുടർന്നു. എന്തിനെന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിൻ്റെ അതിർത്തി കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു തീരുമാനം ആ ബുദ്ധി എടുത്തു. ഇപ്പം അതിനെ, ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കാതെ മനസ്സിൻ്റെ ചലനം അവസാനിക്കുകയില്ല. ദേശസ്യ തസ്യ പുണ്യത്വാദ് ദേഹം തച്ചാതിവാഹികം ആധിഭൗതികതാബോധം നാനയൻ നിർമ്മലാശയഃ. ഈ ലോകാലോക പർവ്വതത്തിൻ്റെ ശിഖരം എന്ന് പറയുന്നത് ഒരു പുണ്യദേശമായിരുന്നു. അതൊരു വിശേഷപ്പെട്ട സ്ഥലമായിരുന്നു, പ്രത്യേകതകളുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പുണ്യം കാരണമായിട്ട് സ്ഥൂല ശരീരം നഷ്ടമായിട്ടും ആദിവാഹിക ശരീരം മറ്റൊരു സ്ഥൂല ശരീരത്തെ സങ്കല്പിച്ചുറപ്പിച്ചില്ല. സാധാരണ ഒരു സ്ഥൂല ശരീരം നഷ്ടമായാൽ ഈ സൂക്ഷ്മ ശരീരം മറ്റൊരു സ്ഥൂല ശരീരത്തെ സങ്കല്പിച്ച് സത്യമെന്ന് അനുഭവിക്കാൻ തുടങ്ങും. ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. ആ ആദിവാഹിക ശരീരം അല്ലെങ്കിൽ സൂക്ഷ്മ ശരീരം അത് സ്ഥൂല ശരീരത്തെ അംഗീകരിക്കാതെ യാത്ര ആരംഭിച്ചു. ആദിഭൗതികതാ ബോധം നാനയൻ നിർമ്മലാശയ. ആദിഭൗതിക ശരീരം തനിക്കുണ്ട് എന്നുള്ള ബോധത്തെ, എന്നുള്ള അറിവിനെ ഉണ്ടാക്കാതെ സൂക്ഷ്മ ശരീരം സൂക്ഷ്മ ശരീരമായി തന്നെ നിലകൊണ്ടു. സാധാരണ സ്ഥൂലം സത്യമാണ് എന്നുള്ള ഒരു അനുഭവത്തിലേക്ക് നയിക്കും ഈ സൂക്ഷ്മ ശരീരം. പക്ഷേ ഇവിടെ അങ്ങനെ സംഭവിച്ചില്ല. അതുകൊണ്ട് സൂക്ഷ്മ ശരീരിയായി തന്നെ ഈ വിപശ്ചിത്ത് പല ദൃശ്യങ്ങളെയും കാണാൻ ആരംഭിച്ചു. തസ്യ മരണപ്രദേശസ്യ പുണ്യത്വാത് സ്ഥൂലദേഹഭാവഗോചര സംസ്കാരോദ്ബോധക ചതുർവിധ ഭൂത ഗ്രാമാദിശൂന്യത്വാദിതി യാവത്. സാധാരണഗതിയിൽ സ്ഥൂല ശരീരം നഷ്ടമായി കഴിഞ്ഞാൽ അഥവാ മരിച്ചാൽ, സ്ഥൂല ശരീരം നഷ്ടമാകുന്നതിനെയാണ് മരണം എന്ന് പറയുന്നത്. ആ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരം മാത്രമായി നിലകൊള്ളും. ആ സൂക്ഷ്മ ശരീരം വീണ്ടും സ്ഥൂല ശരീരത്തെ സത്യം എന്ന് കരുതി ഭാവനയിലൂടെ അനുഭവിക്കാൻ തുടങ്ങും. ഇവിടെ അത് സംഭവിച്ചില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ ദേശത്തിൻ്റെ പുണ്യം കാരണമായിട്ട്. ആ ലോകാലോക പർവ്വതത്തിൻ്റെ ശിഖരമെന്ന് പറയുന്നത് അത്യന്തം പവിത്രമായ ഒരു ദേശമായതുകൊണ്ട് പെട്ടെന്ന് ആദിഭൗതിക ഭാവത്തിലേക്ക് ആദിവാഹിക ശരീരം എത്തിയില്ല. അപ്പോൾ ആ സൂക്ഷ്മ ശരീരം തുടർന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു എന്നർത്ഥം. ഈ സ്ഥൂല ശരീരം ഉണ്ട് എന്ന് നമ്മൾ എപ്പോഴാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ 4 തരത്തിലുള്ള ജീവികളെ നമുക്ക് ചുറ്റും കാണുമ്പോൾ, 4 തരത്തിലുള്ള ജീവികളെന്ന് പറഞ്ഞാൽ മുട്ടയിൽ നിന്നുണ്ടാവുന്നവ, ഒരു ഗർഭകോശത്തിൽ നിന്ന് പതിയെ പതിയെ വളർന്ന് പുറത്തേക്ക് വരുന്നവ, ഭൂമി പിളർന്ന് മുകളിലേക്ക് വരുന്ന വൃക്ഷ ലത സസ്യങ്ങൾ അങ്ങനെയുള്ളവ, വിയർപ്പിൽ നിന്ന് ജനിക്കുന്നവ, അശുദ്ധ പദാർത്ഥങ്ങളിൽ നിന്ന് ജനിക്കുന്നവ. ഇങ്ങനെ 4 തരം ജീവവിഭാഗങ്ങൾ ലോകത്തിലുണ്ട്. ജരായുജം, അണ്ടജം, സ്വേദജം, ഉദ്ഭിജം.
ഈ 4 തരത്തിലുള്ള ജീവികളെ ഒരാൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് തനിക്ക് സ്ഥൂല ശരീരം ഉണ്ട് എന്നയാൾ കരുതുന്നത്. ഇപ്പം അങ്ങനെയുള്ള 4 പ്രകാരത്തിലുള്ള ജീവജാലങ്ങളെ അദ്ദേഹം അനുഭവിക്കാത്തത് കൊണ്ട് അദ്ദേഹം സൂക്ഷ്മ ശരീരിയായി തന്നെ ബാക്കി നിന്നു. തന്മഹിംനാ തദാദിവാഹികം ദേഹം ആദിഭൗതികതാ ബോധം നാനേത്. ആ ദേശത്തിൻ്റെ മഹത്വം കൊണ്ട്, അതൊരു പുണ്യദേശമായതുകൊണ്ട്, ഏത് ലോകാലോക പർവ്വതത്തിൻ്റെ ശിഖരം, അതുകൊണ്ട് ആദിവാഹിക ശരീരം ആദിഭൗതിക ശരീരത്തെ അനുഭവിക്കാൻ തുടങ്ങിയില്ല. ആദിവാഹിക ഭാവം ന വിസസ്മാര ഇതിയാവത്. ആദിവാഹിക ശരീരത്തെ മറക്കാതെ ആ ആദിവാഹികത എന്നുള്ള അവസ്ഥയിൽ തന്നെ ആ ശരീരം തുടർന്ന് നിലനിന്നു. പെട്ടെന്നൊരു സ്ഥൂല ശരീര അനുഭവത്തിലേക്ക് അത് പോയില്ല എന്നർത്ഥം. താവന്മാത്ര പ്രബോധോസൗ നാധികം ബോധമാഗതഃ ചിന്തയിത്വാസിതം കാര്യം ബഭൂവ പ്രകൃതേർഹിതഃ. സാധാരണഗതിയിൽ സ്ഥൂല ശരീരം നഷ്ടമായാൽ സ്ഥൂല ശരീരം ബാക്കിയുണ്ടാവും. അപ്പോഴെങ്കിലും ഒരാൾ ഈ സ്ഥൂല ശരീരം ഭ്രമമായിരുന്നു എന്നുള്ള സത്യത്തെ തിരിച്ചറിയണ്ടേ? അറിയുന്നില്ല. അതുകൊണ്ട് മരിച്ചതുകൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കണ്ട. മരിച്ചതുകൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. സ്ഥൂല ശരീരം നഷ്ടമായി, അപ്പോഴെങ്കിലും ഒരാൾക്ക് ബോധോദയം ഉണ്ടാവണ്ടേ? ഈ സ്ഥൂല ശരീരം ഭ്രമമായിരുന്നു, ഞാനിപ്പോൾ സ്ഥൂല ശരീരം ഇല്ലാതെ നിലനിൽക്കുന്നു, അതുകൊണ്ട് ആ സ്ഥൂല ശരീരം അസത്യമായിരുന്നു, ഭ്രമമായിരുന്നു എന്ന അറിവ് മരിച്ചു കഴിഞ്ഞാലെങ്കിലും ഒരാൾക്കുണ്ടാവണ്ടേ? പക്ഷെ അങ്ങനെ ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സ്ഥൂല ശരീരത്തിൽ ഉണ്ടായിരുന്ന അഭിമാനം നഷ്ടപ്പെട്ടു. ഇപ്പോൾ തനിക്ക് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം എന്നൊന്നുണ്ട് എന്നയാൾ ചിന്തിക്കാൻ ആരംഭിക്കുന്നു. ഇപ്പോൾ വലത് കാലിലെ മന്ത് ഇടത് കാലിലേക്ക് മാറിയതുപോലെയായി. മന്ത് അതുപോലെ തന്നെയുണ്ട്. ദേഹബോധം, ദേഹാഭിമാനം അങ്ങനെ തന്നെയുണ്ട്. സ്ഥൂല ശരീരം ഉള്ളപ്പോൾ എനിക്ക് സ്ഥൂല ശരീരമുണ്ട് എന്ന ഒരു ഭ്രമത്തിൽപ്പെട്ടിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥൂല ശരീരം നഷ്ടമായി. ഇപ്പോൾ എനിക്കൊരു സൂക്ഷ്മ ശരീരമുണ്ട്. ഇപ്പോൾ സ്ഥൂല ശരീരത്തെക്കാളും സൂക്ഷ്മ ശരീരം കൂടുതൽ സത്യമാണെന്ന് അയാൾ കരുതാൻ ആരംഭിക്കുന്നു.